ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കൈക്കൂലി എന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായ ഒരു അവകാശമാണ്. നമ്മുടെ ജീവിതം എപ്പോഴും കൈക്കൂലിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാവരും കൈക്കൂലിയെ എതിർക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ അവരവരിലേക്ക് നോക്കുക, എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ കൈക്കൂലി ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ അല്ലെങ്കിൽ ബന്ധത്തിലൊരാൾ ഒരു മന്ത്രിയായി എന്നിരിക്കട്ടെ. നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന അത് അദ്ദേഹത്തിന് ഏത് വകുപ്പാണ് കിട്ടിയത് എന്നാവും. അപ്പോൾ പറയുകയാണ് വല്ല കൃഷി വകുപ്പോ അതുപോലെ ഏറ്റവും കുറഞ്ഞ ഒരു വകുപ്പാണ് എന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞോ ഇതെന്നാ ഒരു വലിയ ഗുണമൊന്നുമില്ലല്ലോ എന്നാണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. വല്ല എക്സൈസോ അല്ലെങ്കിൽ വല്ല പൊതുമരാമത്ത് വകുപ്പോ ധനകാര്യമൊക്കെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് നമ്മൾ ഒരു കമൻറ്റ് അതിൻ്റെ കൂടെ പറയുകയും ചെയ്യും. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ, ഈ എക്സൈസ്, ധനകാര്യം, പൊതുമരാമത്ത് വകുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കൈയിട്ട് വാരാൻ വരുമാനമുള്ള ഒരു വകുപ്പാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ അത്തരം വകുപ്പുകൾ കിട്ടണം എന്നാഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ പഠിച്ച്, ഇപ്പോഴത്തെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അവരെല്ലാം പഠിച്ച് ഒരു ഉന്നതമായൊരു ജോലി കരസ്ഥമാക്കുകയാണ്. അതും ഈ പറഞ്ഞ പോലെ ഏറ്റവും വളരെ സാധ്യതയൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കുറഞ്ഞ വകുപ്പിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും, ഓഹ് അത് ഏതെങ്കിലും ഒരു നല്ല ഒരു സ്ഥാനത്ത് കിട്ടിയിരുന്നെങ്കിൽ, അല്ല വല്ല പോലീസിലോ അല്ലെങ്കിൽ വല്ല മറ്റേതെങ്കിലും അധികാര സ്ഥാനങ്ങളിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇഷ്ടംപോലെ കൈക്കൂലി മേടിക്കാമായിരുന്നു എന്ന് പൊതുവേ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അതായത് നമ്മുടെ ജീവിതം കൈക്കൂലിയുമായിട്ട് അത്രയധികം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മളൊരു ക്യൂവിൽ നിൽക്കാൻ പോലും തയ്യാറില്ലാത്തവരാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച്. ഇപ്പോഴത്തെ നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പോൾ വലിയൊരു ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ കൈക്കൂലി കൊടുത്തിട്ട് ആ ക്യൂവിൻ്റെ മുന്നിലെത്താൻ കഴിയുമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന വഴി അതായിരിക്കും. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ വെളുപ്പിനെ വന്ന രോഗികളവിടെ നിൽപ്പുണ്ടാവും. പക്ഷേ നിങ്ങൾ ഉച്ചയ്ക്ക് വരുന്നവർക്ക് ഉടനെ പോകാൻ കൈക്കൂലി കൊടുക്കാൻ പാടുകൊണ്ട് നിങ്ങൾ കാശ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചികിത്സയും പഠിച്ച് നിങ്ങൾ വീട്ടിൽ പോകും. ആ ഒരു മാനസികാവസ്ഥ ഉള്ളവരാണ് നമ്മൾ പൊതുവെ ഇന്ത്യക്കാർ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇപ്പോൾ ഈ അദാനിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ സാഗർ അദാനിക്കും എതിരായി അമേരിക്കൻ കോടതിയിൽ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ അറസ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ അത് കൈക്കൂലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. വലിയൊരു തോതിൽ ഒരു കൈക്കൂലി ഇന്ത്യയിൽ അവർ കൊടുത്തു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അറസ്റ്റ് വാറണ്ട് വരുമ്പോൾ നമ്മളൊക്കെ ആദ്യം സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്, ഇനി അദാനി അംബാനിയെ, ഈ സാഗർ അദാനിയും മറ്റേ അദാനിയും എല്ലാം ഇവരിലൊക്കെ എങ്ങനെ ഇനി അമേരിക്കയ്ക്ക് പോകും? ശരിയാണ്, ഇവർക്ക് അമേരിക്കയ്ക്ക് പോക്ക് നടക്കില്ല. കാരണം ഇവരെ സംബന്ധിച്ച് ബിസിനസ്സുകാരാണ്. ഇവർക്ക് അമേരിക്ക, ഇംഗ്ലണ്ട് എല്ലാ രാജ്യങ്ങളും ഇവർക്ക് പോകേണ്ടതാണ്. അപ്പോൾ അത്രയേതെങ്കിലും രാഷ്ട്രങ്ങളിൽ നിന്ന് ഇവർക്കെതിരായിട്ട് ഒരു അറസ്റ്റ് വാറണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ വളരെയധികം ബാധിക്കും അത്. അതുകൂടാതെ അവരുടെ ഓഹരി വിപണി തകർന്ന് തരിപ്പട പഠിക്കും. ഇതിനി അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഓഹരി വിപണി തകരുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. വിദേശ നിക്ഷേപകർ പിൻവലിയും. കാരണം ഇയാൾ തട്ടിപ്പാണെന്ന് മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇന്ത്യ ഒരു വലിയ ധർമ്മസങ്കടത്തിലാണ്. ഈ അദാനിയെ, സാഗർ അദാനിയൊക്കെ പിടിച്ചു കൊടുക്കാതിരിക്കാൻ ഒക്കുകയല്ല അമേരിക്കയിൽ. കാരണം 1997 അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു കുറ്റവാളി കൈമാറ്റ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് കാരണം ഇന്ത്യക്ക് ഇവരെ പിടിച്ചു കൊടുക്കാതിരിക്കാനാവില്ല എന്നൊരു വിഷമഘട്ടത്തിലാണ്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ അദാനിയൊക്കെ കുറ്റവാളിയായിട്ട് ഇന്ത്യ അല്ലെങ്കിൽ മോഡി സർക്കാർ ഈ ഒരു വിദേശ രാഷ്ട്രത്തിന് കൈമാറുക എന്ന് വെച്ചാൽ എത്രയധികം അവരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ ഗവൺമെൻറ്റിനെയൊക്കെ താങ്ങി നിർത്തുന്നത് തന്നെ ഇത്തരം ഈ അദാനി, അംബാനി പോലുള്ള വൻ കോർപ്പറേറ്റുകളാണ്. അതിലൊരാളെ പിടിച്ചങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായി, അവരെ സംബന്ധിച്ച് വളരെ നിസ്സാരമായൊരു കാര്യമൊന്നുമല്ല അത്. അപ്പോൾ ഇന്ത്യ കഴിവതും പണിപ്പെടും. അതായത് ഇപ്പോൾ ഇവരെ പിടിച്ച് കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. കാരണം അവരെ ഇനി ഇന്ത്യ കൊടുക്കില്ല എന്ന വില നിർബന്ധമായിട്ട് പറയും. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കോൺട്രാക്റ്റ് തെറ്റും, ഇവർ തമ്മിൽ പ്രശ്നമാകും. പിന്നെ വേണമെങ്കിൽ അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മൊസാദിനെ പോലെ സംഘടന ഇറക്കി കഴിച്ചാൽ ആരെ സംഘടന ഇറങ്ങി ഇയാൾ തട്ടിക്കൊണ്ട് പോകാനും മതി. അങ്ങനെയൊക്കെ ചെയ്യും, സംഭവിക്കും. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ബലമായിട്ടൊന്നും ഒരു പിടിച്ചു വെക്കാൻ പറ്റുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ വരെ കൈമാറ്റം ചെയ്യപ്പെടും എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചാൽ മതി. കാരണം സാധ്യത ഉണ്ട്. കാരണം ഇത് കോടതി ഉത്തരവായതിനകത്ത് വേറെ കോംപ്രമൈസ് നടക്കില്ല. ഗവൺമെൻറ്റുമായിട്ടൊന്ന് സംസാരിച്ചോ
ഒന്നും നടക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ചിലപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടേണ്ടി വരും. അതോടുകൂടി അദാനിയുടെ സാമ്രാജ്യം തകരാൻ തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ ഈ ആദ്യം തന്നെ കൈക്കൂലിയുടെ പ്രശ്നം ഉദാഹരണമായിട്ട് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഇത്തരം കൈക്കൂലികൾ തന്നെ, സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ള കൈക്കൂലികൾ തന്നെയാണ് ഈ അദാനിയെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണം എന്ന് പറയാൻ വേണ്ടിയാണ്. അതായത് ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ മാഫിയ അല്ലെങ്കിൽ കള്ളക്കളി നടന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളുൾപ്പെടെ നമ്മളെല്ലാവരും ഇന്ത്യക്കാർ മൊത്തം കബളിപ്പിക്കപ്പെടുന്ന ഒരു വൻ തട്ടിപ്പ് ചതി ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ അമേരിക്ക ഇടപെട്ട് അമേരിക്കയുടെ ഇങ്ങനെ ഒരു വാറണ്ട് വന്നുകൊണ്ടാണ് നമ്മളൊക്കെ അറിഞ്ഞത്. അല്ലെങ്കിൽ ഈ സംഭവമൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇന്ത്യയിലാണെന്നും ആരും അറിയാൻ പോകുന്നില്ല. ഇതൊക്കെ അപ്പം തന്നെ ഒതുങ്ങിപ്പോകും. ഇതിപ്പോൾ അങ്ങനെ ഒതുക്കാൻ പറ്റില്ല. കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞു. ഇയാളൊരു പക്ക തട്ടിപ്പാണെന്നുള്ള വിവരം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പം അത് ഇങ്ങനെയാണ്. 2020 ഇന്ത്യ ഗവൺമെൻറ് 12 ജിഗാവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി അദാനിയുടെ ഗ്രീൻ ഇന്ത്യ സോളാർ സിസ്റ്റം കമ്പനിയുമായും അഷർ എന്ന മറ്റൊരു കമ്പനിയുമായും ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയാണ്. അതിൽ 8 ജിഗാവാട്ട് ഈ അദാനിയുടെ ഗ്രീൻ എനർജിക്കും 4 ജിഗാവാട്ട് അഷർ പവർ ഗ്ലോബൽ എന്നൊരു കമ്പനിക്കുമാണ് നൽകിയിരുന്നത്. അപ്പോൾ ഇവർ രണ്ടും കൂടി ഈ വൈദ്യുതി നിർമ്മിച്ച് സർക്കാരിൻ്റെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനിക്കാണ് കൈമാറേണ്ടത്. അതാണ് ഈ എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റ് പ്രകാരം വാങ്ങുന്ന എനർജി, അതായത് സൗരോർജം, ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ കേന്ദ്ര ഗവൺമെൻറ് വിറ്റ് ക്യാഷാക്കും. അത് ഇവരുടെ പെട്ടിയിലേക്ക് അങ്ങോട്ട് കൊടുക്കും. കാരണം ഇവർക്ക് സഹായമാണ്, മോഡി സർക്കാരിൻ്റെ സഹായമാണ്. ഇവരെ ഈ അദാനി പാവപ്പെട്ടവനൊന്നുമില്ലാത്ത ആളാണല്ലോ. അപ്പോൾ പുള്ളിയെ ജീവിച്ചോട്ടെന്ന് ഓർത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുള്ളി സഹായിക്കുന്നതാണ്. അപ്പം മറ്റ് സംസ്ഥാനങ്ങൾ ഇത് വലിയ വില കൊടുത്ത് വേണം ഈ പവർ മേടിക്കാൻ. കാരണം ഇവരുണ്ടാക്കി കൊടുക്കുന്ന ഈ പവർ വാങ്ങണമെങ്കിൽ വലിയ വില വേണ്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് മനസ്സിലാക്കിയ സംസ്ഥാന സർക്കാരുകൾ ഈ പവർ വാങ്ങാൻ തയ്യാറായില്ല. കാരണം ഇപ്പം തന്നെ എല്ലാ സംസ്ഥാനത്തും മുടിഞ്ഞ കറണ്ട് ചാർജാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാമല്ലേ. അപ്പോൾ ഇനി അതുകൂടാതെ ഇതിനേക്കാൾ വില കൂടിയ കറണ്ട് കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതും വിറ്റ് കഴിച്ച് നാട്ടുകാരെ മുഴുവൻ തെറി ഓരോ ഗവൺമെൻറ് കേൾക്കണം. അതുകൊണ്ട് സംസ്ഥാന സർക്കാരുകളൊന്നും ഈ പണിക്ക് തയ്യാറായില്ല. ഇത് ഇവർക്ക് വലിയൊരു അടിയായി മാറി. അതാണ് പ്രശ്നം. അപ്പോൾ ഈ അദാനിയുടെ ഗ്രീൻ എനർജി കമ്പനിയുടെ CEO ആയ പുള്ളിയുടെ അനിയൻ്റെ മകൻ സാഗർ അദാനിയും പിന്നെ അഷർ കമ്പനിയുടെ രഞ്ജിത്ത് ഗുപ്തയും കൂടി പുതിയൊരു പ്ലാൻ ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ സ്ഥിരം പണി ഇറക്കാം, അതായത് കൈക്കൂലി കൊടുക്കുക. ഈ കൈക്കൂലി കൊടുക്കുക എന്നുള്ളത്, അതായത് സംസ്ഥാന സർക്കാരുകളുടെ ഈ വൈദ്യുതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്ക് വലിയ തുക കൈക്കൂലി കൊടുത്തുകൊണ്ട് ഈ വൈദ്യുതി അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക. അപ്പോൾ അവരടിച്ച് കയറ്റി ജനങ്ങളുടെ മണ്ടയ്ക്ക് അടിച്ചോളുമല്ലോ, കൊടുത്തോളുമല്ലോ. നമ്മളെല്ലാവരെയും ഒരു കാരണം വൈദ്യുതി ബോർഡ് വരുന്ന ഇത് വൈദ്യുതി മേടിക്കാതിരിക്കാൻ ഒക്കുകയല്ലോ, ബലമായിട്ട് പിടിച്ച് മേടിക്കുമല്ലോ. ഒന്നാം തീയതി കാശ് കൊടുത്തില്ലെങ്കിൽ അടുത്ത ബില്ലാകുമ്പോന്മാർ പോയി കട്ട് ചെയ്തിട്ട് പോകും. കറണ്ട് തരുന്നവർക്ക് വിഷയമല്ല, ഭയങ്കര അവകാശമാണ്. കാരണം കറണ്ട് തന്നില്ലെങ്കിലും പ്രശ്നമില്ല, കറണ്ട് ബില്ല് കറക്റ്റ് കിട്ടിയിരിക്കണം, ഇല്ലേ കട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഈ വൈദ്യുതി ബോർഡിന്. നമുക്കൊക്കെ അറിയാമല്ലേ. കറണ്ടൊക്കെ അവർക്ക് തോന്നുമ്പോൾ വരും പോകും. ഇങ്ങനെയാണ് 150 തവണ കറണ്ട് പോകും വരും. പക്ഷേ അത് പൈസയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഒരു ദിവസം താമസിച്ചാൽ പിറ്റേന്ന് ഫൈനാണ്. അങ്ങനെയാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഒരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ബലമായിട്ട് ഇങ്ങനെ കൈക്കൂലി കൊടുത്തുകൊണ്ട് ഏൽപ്പിക്കുക. അപ്പോൾ ഈ കൈക്കൂലി ഇനത്തിൽ 1750 കോടി രൂപ ആന്ധ്രയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ഇവർ കൊടുക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിനകത്ത് തുക എത്ര വലുതാണെന്നുള്ള വരും. കൈക്കൂലി മാത്രം 1750 കോടി രൂപ ആന്ധ്രയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്കും എല്ലാവർക്കും കൂടി ഇവർ കൈക്കൂലിയായിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു കരാർ ഉറപ്പിച്ചു. അവർ ഓക്കെ ആയി, എല്ലാം റെഡിയായി. അതുകൂടാതെ അവർ ഒഡീഷ, തമിഴ്നാട്, ഛത്തീസ്ഗഡ് തുടങ്ങിയ ജമ്മു കാശ്മീർ ഈ സംസ്ഥാനങ്ങളുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാർ അങ്ങോട്ട് ഉറപ്പിച്ചു. അപ്പോൾ ഈ കരാർ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ 638 കോടി രൂപ കൊടുക്കേണ്ടത് ഈ അഷർ കമ്പനിയുടെ ഉടമയാണ്. കാരണം കൈക്കൂലി കൊടുക്കേണ്ടത് റെഡി ക്യാഷാണ്, അത് കടമൊന്നും പറ്റില്ല. ഇത് നേരത്തെ തന്നെ പൈസ അടയ്ക്കണം. അപ്പോൾ 638 കോടി രൂപ ഇയാൾ തന്നെ കൊടുക്കണം. അയാളെ കൊണ്ട് ഈ കാശുണ്ടാകുകയല്ല. കാരണം ഈ വലിയ വലിയ കമ്പനികളൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിലും ഇതിലുമാണ്, ലോണിലുമാണല്ലോ. എവിടെ ലിക്വിഡ് മണി ഉണ്ടാവില്ല.
അപ്പോൾ ഈ പൈസ പെട്ടെന്ന് വന്നാൽ ഈ പൈസ പെട്ടെന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അയാൾ എന്ത് ചെയ്ത് ഈ ഇടപാടെല്ലാം കൂടി അദാനിയോട് പറഞ്ഞു, ഒരു പണി നിങ്ങൾ അതുകൂടെ അങ്ങ് എടുത്തു, ഞങ്ങൾക്ക് ആ കച്ചവടം വേണ്ട, പരിപാടി തീർന്നല്ലോ. അപ്പോൾ 638 കോടി രൂപ എന്ന് പറയുമ്പോൾ ആന്ധ്രയിൽ മാത്രം 583 കോടി രൂപയും പിന്നെ 55 കോടി രൂപ മറ്റേ എല്ലാ സംസ്ഥാനങ്ങളും, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഉടായ്പ നടക്കുന്നത്. എന്തായാലും ഇത്രയും രൂപ അയാളെ കൊണ്ട് ഉണ്ടാകാത്തതുകൊണ്ടാണ് അയാൾ അദാനി കമ്പനിയെ ഏൽപ്പിച്ചത്. അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ഈ സാഗർ അദാനി അയാളുടെ കമ്പ്യൂട്ടറിലും ഫോണിലും എല്ലാം ഈ വിവരങ്ങൾ 638 കോടി രൂപ ഇന്ന പാർട്ടിയായിട്ട് ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ ഡാറ്റയിലെല്ലാം ഇയാൾ എഴുതി വെച്ചു. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും ഡാറ്റകൾ, എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും ഇവിടുത്തെ വലിയ വലിയ ബിസിനസ്സുകാരുടെയും സാധാരണക്കാരുടെയും പിച്ചക്കാരുടെയും എല്ലാവരുടെയും ഈ ഫോൺ, ഈ വിദേശത്തെ ചാര, അതായത് ഇസ്രായേലിൻ്റെ മൊസാദ്, അമേരിക്കയുടെ FBI, ഇവരെല്ലാവരും ഈ സംഭവം ചോർത്തുന്നുണ്ട്. അപ്പം ഈ ചോർത്തിയ കൂട്ടത്തിലാണ് ഇയാളുടെ ഈ സംഭവം അറിയുന്നത്. ഇയാളിങ്ങനെ സംസ്ഥാനങ്ങളെല്ലാം കളിപ്പിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടെന്നുള്ള പേര്. അപ്പം നമ്മൾ ആലോചിക്കുക, എന്തിനാണ് ഈ അമേരിക്ക അയാൾ പൈസ ഉണ്ടെന്ന് ചേർത്ത് ഇയാൾക്കാണ് അമേരിക്കയ്ക്ക് എണ്ണ നഷ്ടം? നമ്മളെല്ലാം ചിന്തിക്കും അങ്ങനെ. ഇന്ത്യയിൽ അയാൾ മറ്റുള്ളവരെ സംസ്ഥാനത്തെ കളിപ്പിച്ചാൽ അമേരിക്കയ്ക്ക് എന്നാ കാര്യം? അതല്ല വിഷയം. ഇതിലൂടെ ലോകത്തുള്ള ഈ അദാനിയുടെ എല്ലാ ഓഹരി വിപണിയിൽ വൻ കുതിച്ചുകയറ്റമാണ് വരാൻ പോകുന്നത്. അതായത് അത് അമേരിക്കയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഓഹരി വിപണിയിൽ വൻ കുതിപ്പ്, ജനങ്ങളിൽ നിന്നും കോടാനുകോടി രൂപ ഈ നിക്ഷേപത്തിലായിട്ട് ഇയാൾ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഇത് കുറേ ആളായാലും തുടങ്ങിയിട്ട് 1 കൊല്ലമായാലും തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് സ്വീകരിച്ചിരിക്കുന്ന കാരണം ഇത് വ്യാജ കേസാണല്ലോ. കാരണം ഈ തട്ടിപ്പ് ഏത് സമയം പിടിക്കപ്പെടാൻ കുടുങ്ങാം. അതാകുമ്പോൾ അത് ഈ അമേരിക്കൻ FBI കണ്ടെത്തി. കാരണം ഇത് ഉടായ്പാണ്, നമ്മുടെ ഓഹരി വിപണിയെ തകർത്ത് കളയും ഈ അദാനിയുടെ ഈ പരിപാടി. അതുകൊണ്ട് ഓഹരി വിപണിയെ തകർത്ത് കളയുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവരത് കേസ് കൊടുക്കുകയും ഈ അമേരിക്കൻ കോടതി ഇയാൾക്കെതിരായി ഇങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഇത് നമ്മളെ സംബന്ധിച്ച് നിസ്സാരമായിട്ട് തോന്നുമെന്ന് പറഞ്ഞാലും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് കാശ് പോകും. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അദാനിയുടെ ഓഹരി വിപണികൾ തകരും. ഇയാൾക്കെതിരായിട്ട് കേസ് വന്നതുകൊണ്ട് ഓഹരി വിപണികൾ തകരാൻ തുടങ്ങി. ഇത് വലിയ പ്രശ്നം. പിന്നെ ഇയാൾക്ക് ലോകത്തെ ഓഹരി വിപണിയിൽ ഇയാളുടെ കമ്പനികൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെടും. ഈ കണ്ട നമ്മുടെ എയർപോർട്ടും നമ്മുടെ പൊതുമരാമത്ത് സ്ഥാപനങ്ങൾ മുഴുവൻ ഇയാൾ പിടിച്ചു വെക്കുന്ന ചുമ്മാ ഒന്നുമല്ല. ഇതൊക്കെ സർക്കാർ സഹായിച്ചിട്ടാണെന്ന് പറഞ്ഞാലും ഇയാൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇയാൾക്കൊന്നും പിടിച്ച് നിലനിർത്താനുള്ളതൊന്നുമില്ല. ഇതൊന്നും സ്ട്രൈറ്റായിട്ട് പോവില്ല. നമ്മുടെ എല്ലാ എയർപോർട്ടുകളൊക്കെ അയാളുടെ കസ്റ്റഡിയിലാണ്. ഇതൊക്കെ ഒരു തന്ത്രങ്ങളാണ്. കാരണം ഇതിലൂടെ ഒരുപാട് ഉഡായിപ്പുകളാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതിനകത്ത് എല്ലാത്തും ലാഭമൊന്നും ഉണ്ടാവില്ല. ഇതിനകത്ത് കുറേ ഉഡായിപ്പുകൾ കൊണ്ട്. അപ്പം ഇതൊരിക്കൽ പിടിക്കപ്പെടുമല്ലോ. പല നാൾ കട്ട് കഴിഞ്ഞാൽ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ ഇതും അങ്ങനെ ഒരു വിഷയമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ കലാപരിപാടികളെല്ലാം ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി മുങ്ങുക. ഇപ്പം മുങ്ങണമെങ്കിലും വേറൊരു വിഷയമുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിന് മുങ്ങാൻ പറ്റില്ല. കാരണം ഇത് എങ്ങോട്ടായി മുങ്ങുന്നേ? ഇത് ഇന്ത്യയിലേക്ക് മാത്രം മുങ്ങാനേ പറ്റുള്ളൂ, വേറെ ഒരിടത്തും മുങ്ങാൻ പറ്റത്തില്ല. ഇന്ത്യ തന്നെ നിൽക്കില്ല. അപ്പോൾ ഇന്ത്യ വീണ്ടും ഒന്നുകൂടെ മുങ്ങുക, അതേ മാർഗ്ഗമുള്ളൂ. വിദേശത്ത് എവിടെ പോയാലും പിടുത്തം വീഴും. ചിലപ്പോൾ ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിക്കും. അപ്പോൾ പിന്നെ രക്ഷയില്ല, വരും, പിടിച്ചു കൊടുക്കേണ്ടി വരും. ഞാനീ പറയുന്നത്, ഒരു ബിസിനസ്സുകാരൻ തകരാൻ അധികം സമയമൊന്നും വേണ്ട. നമ്മളെന്ത് തകർന്നാൽ ഇത്രേ വരാനുള്ളൂ. എന്ത് തകരാനാണ്, നമ്മുടെയൊക്കെ എണ്ണ ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു വൻ ബിസിനസ്സുകാരൻ നമ്മൾ നോക്കുമ്പോൾ കോടികളിട്ട് കളിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്, അവരുടെയൊക്കെ ഒരു നഷ്ടം എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. വരവും പോക്കും അതുപോലെ തന്നെയാണ്. അതായത് വന്നതിനേക്കാൾ എളുപ്പത്തിൽ തിരിച്ചു പോകും. ഇതാണ് ഇവരുടെയൊക്കെ ബിസിനസ്സിൻ്റെ രീതി. കാരണം മുഴുവൻ ലോണും പലിശയും കടവും ഇതുമായിട്ട് നിൽക്കുകയാണ്. കാരണം ലുക്കുളും മണി അറിയില്ല, ഇതെല്ലാം ബാങ്കിൻ്റെ ഇതിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ അത് നിലനിൽക്കണമെങ്കിൽ ബിസിനസ്സിൽ വിശ്വാസ്യത വേണം. ചിലപ്പോൾ കള്ളത്തരം കാണിക്കേണ്ടി വരും. ഇതുപോലെ കള്ളത്തരം കാണിച്ചാൽ പിടിച്ചു പോയത്. ഇത് അവരുടെയൊക്കെ ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നവരെ ഇവർക്കൊക്കെ സാധ്യതയുള്ളതെന്നുള്ള രസം. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഈ വിഷയം ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളെല്ലാം വലിയൊരു സംഭവമാക്കി എടുത്തിട്ടുണ്ട്. കാരണം BJP അടിക്കാനും ഇയാളെ സഹായിക്കാൻ BJP കാണിക്കുന്ന ആ ഒരു ത്വരയുണ്ടല്ലോ, ആ ഒരു അതിനെ അടിച്ചൊതുക്കാനും ഇനി വരുന്ന ഇലക്ഷനാണ് ഓരോ സംസ്ഥാനങ്ങളിൽ വരാൻ പോകുന്നത്. ഇതൊരു വലിയ ആയുധമാക്കിയിട്ട് അവരെടുക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ BJPക്ക് ഇയാളെ കൈവിടാതിരിക്കാൻ ഒക്കുകയില്ല. കാരണം രക്ഷയില്ലല്ലാതെ
എന്നാൽ അങ്ങോട്ട് വിട്ട് കളയാനും പറ്റില്ല. എന്നാൽ ഈ മധുരിച്ചിട്ട് തുപ്പാനും മേല കഴിച്ചിട്ട് ഇറക്കാനും മേല എന്ന് പറയുന്നത് പോലെ കൈ വിടാനും മേല ഇടാതിരിക്കാനും മേലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിനെ തന്നെ ബാധിക്കുന്നൊരു വിഷയമാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ വളരെ നിസ്സാരമായി വരും, അടുത്ത ദിവസങ്ങളിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറും. ഇതൊരു വൻ തട്ടിപ്പാണ്. നമുക്കത് കൈക്കൂലി നമുക്കൊരു പ്രശ്നമല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമുക്കതൊന്നും പ്രശ്നമല്ല. പക്ഷേ അതുപോലല്ല, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അതൊക്കെ വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഗവൺമെൻറ് തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടും ഇയാളെ സംരക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഗവൺമെൻറ് ഇയാൾക്ക് കൈയഴിയായിരിക്കാൻ ഒക്കില്ല, ഇയാളുടെ സാമ്രാജ്യവും തകരും. അങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നം ഇന്ത്യ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഈ വേൾഡ് വാർ വേറൊരു വശത്തേക്ക് ഇങ്ങനെ വരാൻ പോകുന്നത്, മുട്ടി നിൽക്കുന്നത്, ഇപ്പോൾ പൊട്ടും, ഇപ്പോൾ അടിക്കും മേടിക്കും, അണുവായുധം ഇടും, അങ്ങനെ ഇടും, നമ്മളിങ്ങനെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിനേക്കാൾ വലിയ അണുവായുധമാണ് ഇപ്പോൾ ഇന്ത്യയിൽ വീട് കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഇന്ത്യയിൽ വലിയൊരു രാഷ്ട്രീയ കോളിളക്കം സംഭവിക്കാൻ പോവുകയാണ്, വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഇന്ത്യയിൽ ഒരുപാട് പേരുടെ പണം പോകുന്ന, ക്യാഷ് പോകുന്ന ഒരു വലിയ സംഭവമാണ് വരാൻ പോകുന്നത്. നിക്ഷേപകരുടെ എല്ലാം പൈസ പോകും, അമേരിക്കൻ വിപണിയിൽ പോകും, അമേരിക്കൻ ഓഹരി വിപണിയിൽ തന്നെ അവരുടെയൊക്കെ നിക്ഷേപകരുടെ എല്ലാം ക്യാഷ് പോകും. ഇതെല്ലാം ഇന്ത്യ സമാധാനം പറയേണ്ടി വരും, ചെറിയ കളിയല്ല. നമ്മൾ ഓർക്കുമ്പോൾ ചുമ്മാ അദാനിയെ പുള്ളി ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ അവരെ വെച്ചു, അവരൊന്നും അറസ്റ്റ് ചെയ്യത്തൊന്നുമില്ല, അവരെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഗവൺമെൻറ് സംരക്ഷിക്കും. ഇപ്പോൾ കൂളായിട്ട് ട്രംപും മോഡിയൊക്കെ ആയിട്ട് വലിയ സുഹൃത്തുക്കളാണ്, അദ്ദേഹം കൂളായിട്ട് രക്ഷിച്ചുകൊണ്ട് വരുമെന്നൊക്കെ. അങ്ങനെ രക്ഷിക്കാൻ കഴിയില്ല, ഇത് കോടതി ഓർഡറാണ്, രക്ഷിക്കാൻ കഴിയില്ല, വലിയ പാടാണ് അതൊക്കെ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേഷനുകളുണ്ടാവും. ഞാനതിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയ വാർത്തകൾക്കായി കാതോർക്കാം.